അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഒരു വട്ടമെങ്കിലും നിന്റെ ജീവിതത്തിൽ നീ വ്യഭിചരിച്ചിട്ടുണ്ടോ? നീ അന്യ പെണ്ണിന്റെ ശരീരത്ത് തൊട്ടിട്ടുണ്ടോ? നീ പള്ളിയിൽ ചെന്നിട്ട് ഇമാമിനോട് ചോദിക്കണം, ഉസ്താദെ, വ്യഭിചരിച്ചവന് ദുനിയാവിൽ കിട്ടുന്ന ശിക്ഷ എന്താണെന്ന്. അത് കല്യാണം കഴിച്ചവനും ചോദിക്കണം, കഴിക്കാത്തവനും ചോദിക്കണം. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ. അല്ലാഹു കാക്കുമാറാകട്ടെ. അതോടുകൂടി നിന്റെ അസുഖം ഒന്ന് മാറിക്കിട്ടും. നിന്റെ ഒരു സ്വഭാവമുണ്ടല്ലോ, നിന്റെ സ്വഭാവം ഉണ്ടല്ലോ, അതോടങ്ങ് മാറിക്കിട്ടും. എന്തെന്നറിയോ? നിനക്കും ഉണ്ടല്ലോ ഭാര്യ, നിനക്കും ഉണ്ടല്ലോ വീട്ടിൽ അള്ളാനെ പേടിച്ച് നടക്കുന്നവരെണ്ണം ഉണ്ടല്ലോ. നിന്റെ സ്വഭാവം ഇതാണെങ്കിൽ നീ സൂക്ഷിച്ചോ, നീ സൂക്ഷിച്ചോ. നിന്റെ ഭാര്യ നീ വഞ്ചിക്കുന്നുണ്ടെങ്കിൽ, എടാ, പെണ്ണ് കിട്ടുന്നതിന് മുമ്പ് കണ്ട പെണ്ണുങ്ങളുടെ കൂടെ കടന്ന് കറങ്ങുന്നവനും ആസ്വദിക്കുന്നവനും നല്ലതുപോലെ ചിന്തിച്ചോ. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറള്ള കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിനക്കും അതേ കിട്ടത്തുള്ളടാ ചെറുപ്പക്കാരാ. എന്റെ മക്കളോട് ഞാൻ പറയുക, വ്യഭിചരിച്ച് നടക്കുന്നവൻ നിനക്കും എന്താ പറയാ, നിപ പരത്തുന്ന ജീവിയുടെ പേരെന്തായിരുന്നല്ലോ? അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. തിരിഞ്ഞെന്ന് മനസ്സിലാകുന്നു, തിരിഞ്ഞത് മനസ്സിലാകുന്നു. നിനക്കും അങ്ങനെയുള്ളതേ കിട്ടൂ. നീ ഇങ്ങനെ നടന്നോ, നീ കിട്ടുന്ന പെണ്ണും നിനക്ക് നല്ലത് കിട്ടത്തില്ലടാ ചെറുപ്പക്കാരാ. നല്ലതിന് നല്ലതേ അല്ല തരൂ, നല്ലതിന് നല്ലതേ അല്ല തരൂ. തെളിവ് വേണോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ, ആയിഷ ബീവിയും നബി തങ്ങളും യാത്ര കഴിഞ്ഞു വരികയാണ്. അപ്പോഴാണ് പടച്ചവനെ, ആയിഷ ബീവി അവിടുന്ന് തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പോയി, തന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പോയി. എന്നിട്ട് ആയിഷ ബീവി വന്ന് തന്റെ ഒട്ടകത്തിന്റെ കട്ടിലിന്റെ മുകളിൽ കയറുകയാണ്. പെണ്ണുങ്ങൾ കയറിക്കഴിഞ്ഞപ്പോ ആണുങ്ങൾ ഇറങ്ങി പോവുകയാണ്, ആണുങ്ങൾ ഇറങ്ങി പോവുകയാണ്. പടച്ചവനെ, ആണുങ്ങളെല്ലാം അവരുടെ ആവശ്യങ്ങൾക്ക് പോയി തിരിച്ചു വരാൻ തുടങ്ങി. അപ്പോഴാണ് ആയിഷ ബീവി കഴുത്തിൽ നോക്കുന്നത്. സുബ്ഹാനല്ലാഹ്, കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല, കഴുത്തിൽ കിടന്ന മാല കാണുന്നില്ല. കേൾക്കണേ ചെറുപ്പക്കാരാ, കണ്ട പെണ്ണുങ്ങളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കയ്യിൽ പിടിച്ചുകൊണ്ട് ആസ്വദിച്ച് നടക്കുന്ന ചെറുപ്പക്കാര്, വാപ്പയും ഉമ്മയും അറിയാതെ കാമുകന്മാരുടെ കൂടെ കറങ്ങി നടക്കുന്ന പെങ്ങള്, ഇത് നിനക്കുള്ള ചരിത്രമാണ്, നിനക്കുള്ള ചരിത്രമാണ്. പടച്ചവനെ, ആയിഷ ബീവി മാലധരം ഇറങ്ങി പോവുകയാണ്. ആയിഷ ബീവി പോകുന്നത് ആരും കണ്ടില്ല. പടച്ചവനെ, മാല പോയി തിരഞ്ഞു. ആ സമയത്തിന് വിധങ്ങളും സ്വഹാബത്തും പോയി. അവസാനം മാല കണ്ടെത്തിയിട്ട് ആയിഷ ബീവി തിരിച്ചു വരുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലാവരും പോയി കഴിഞ്ഞു. ആരുമില്ല. നിബിധങ്ങൾ അറിഞ്ഞില്ല, സ്വഹാബത്ത് അറിഞ്ഞില്ല. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് വഴിയോരത്തിരിക്കുകയാ. അപ്പോഴാണ് സബുവാൻ എന്ന് പറയുന്ന സ്വഹാബി, പടച്ചവനെ, കളഞ്ഞു പോകുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടുവരാൻ നിബിധങ്ങൾ പുറകിൽ വരാൻ പറഞ്ഞ സ്വഹാബി, ആ സ്വഹാബി വരുമ്പോ ആയിഷ ഉമ്മ വഴിയിലിരിക്കുകയാണ്. ഒന്നും ചോദിച്ചില്ല ഉമ്മയോട്, എന്തേ എന്ന് പോലും ചോദിച്ചില്ല. ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ അതാ വാഹനത്തിന്റെ മുകളിൽ കയറി. പടച്ചവനെ, രാത്രി മുഴുവനും സഞ്ചരിച്ചു. പിറ്റേ ദിവസം രാവിലെയാണ് ചെല്ലുന്നത്. സുബ്ഹാനല്ലാഹ്, ഒരു രാത്രി മുഴുവനും ഒറ്റയ്ക്കൊരു ചെറുപ്പക്കാരന്റെ കൂടെ സഞ്ചരിച്ചിട്ട് ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചെന്നിറങ്ങുന്നത് കാണുമ്പോ പടച്ചവനെ, കാട്ടുതീ പടരുന്നത് പോലെ പടരുകയാ. മുനാഫിക്കീങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ആയിഷ ബീവി വ്യഭിചരിച്ചെന്ന്, ഒരു രാത്രി മുഴുവനും ഒരു ചെറുപ്പക്കാരന്റെ കൂടെ കഴിഞ്ഞെന്ന് എല്ലാവരും പറയുകയാ. നാട് മുഴുവനും അറിയുകയാ, എവിടെയും ചർച്ചയാവുകയാ. പടച്ചവനെ, എല്ലാവരും ഏറ്റുപിടിച്ചു, എല്ലാവരും ഏറ്റുപിടിച്ചു. അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി, അല്ലാഹുവിന്റെ റസൂലിന് വല്ലാത്ത സങ്കടമായി. നിബിധങ്ങൾ ആരോടും മിണ്ടുന്നില്ല. നിസ്കരിക്കും വീട്ടിലേക്ക് വരും, നിസ്കരിക്കും വീട്ടിലേക്ക് വരും, ഒരാളോടും മിണ്ടുന്നില്ല. അല്ലാഹുവിന്റെ പ്രവാചകനെ സംസാരിക്കാതെ വന്നപ്പോ അതാ വരുന്നു സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു നിബിധങ്ങളുടെ മുമ്പിലേക്ക് കടന്നു ചെന്നു. അബൂബക്കർ തങ്ങൾ ചെന്നു, ഉമർ തങ്ങൾ ചെന്നു. ഓരോ സ്വഹാബികൾ പോകുമ്പോഴും നിബിധങ്ങൾ അവരോട് ചോദിക്കുകയാണ്. എങ്കിൽ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ വന്നിട്ട് ഇറങ്ങിപ്പോയി. അതാ വരുന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ്
ഖത്താബ് ഉമർ തങ്ങൾ നബി തങ്ങളുടെ മുമ്പിലേക്ക് ചെന്നു. കേക്കടാ ചെറുപ്പക്കാരാ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ഈ പറയുന്നത് സിനിമാ കഥയല്ല, ഇന്നത്തെ യുവത്വം പഠിക്കാൻ പറയുന്ന കഥയാ. നിന്റെ ജീവിതത്തിൽ വരാൻ പോകുന്ന അനുഭവമാ. പടച്ചവനെ, ഉമർ തങ്ങൾ ചെന്നു. എന്തേ നബിയെ മിണ്ടാത്തത്? എന്തേ നബിയെ സംസാരിക്കാത്തത്? അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, ഉമറേ, എന്റെ ആയിഷയെ കുറിച്ച് പറയുന്നത് കേട്ടോ ഉമറേ? കേട്ടു നബിയെ, കേട്ടു നബിയെ. ഉമറേ, നീ വിശ്വസിക്കുന്നുണ്ടോ? നബിതങ്ങൾ ചോദിക്കുകയാ, ഉമറേ, നീ വിശ്വസിക്കുന്നുണ്ടോ? മരിക്കുന്ന കാലം വരെ ഞാൻ വിശ്വസിക്കില്ല നബിയെ. ആയിഷ അങ്ങനെ ചെയ്യില്ല നബിയെ. ആയിഷ ഒരു കാലത്തും വ്യഭിചരിക്കില്ല നബിയെ. എന്തേ ഉമറേ നീ എങ്ങനെ പറയുന്നത്? ആര് പറഞ്ഞാലും ഞാൻ വിശ്വസിക്കത്തില്ല. എന്തേ നീ ഇങ്ങനെ ഉറപ്പിച്ചു പറയുന്നത്? എല്ലാ തെളിവുകളും ആയിഷയ്ക്ക് എതിരാണല്ലോ, എല്ലാം എതിരാണ്. എന്നിട്ടും നീ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താ? ഉമർ തങ്ങൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അല്ലാഹുവേ, അല്ലാഹുവേ. ഉമർ തങ്ങൾ പറഞ്ഞു, നബിയേ, ആയിഷാനെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ? അള്ളയല്ലേ പറഞ്ഞത്? ആയിഷാനെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് സ്വന്തം ഇഷ്ടപ്രകാരം കഴിച്ചതല്ലല്ലോ. അള്ളയല്ലേ ആയിഷ ബീബിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞത്? അപ്പൊ അള്ളാന്റെ ഖുർആൻ പറഞ്ഞതെന്താ? വലാ തഖറബു സിനാ ഇന്നഹു കാന ഫാഹിശാ വസാഅ സബീലാ. ഇമാമിനോട് ചോദിക്കടാ, ഖുർആൻ ഉണ്ടെങ്കിൽ വീട്ടിൽ ചെന്ന് എടുത്തു നോക്ക്. വസാഅ സബീലാ, വസാഅ സബീലാ. അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? അതിന്റെ അർത്ഥം എന്താണെന്നറിയുമോ? നബിയേ, വ്യഭിചരിക്കുന്നവര് ക്വാളിറ്റി ഇല്ലാത്തവരാ. വ്യഭിചരിക്കുന്നവര് ക്വാളിറ്റി ഇല്ലാത്തവരാ. നല്ല നല്ല പെണ്ണുങ്ങൾ വ്യഭിചരിക്കുമോ നബിയെ? നല്ല ആൾക്കാർ വ്യഭിചരിക്കുമോ നബിയെ? വ്യഭിചരിക്കുന്നവര് നല്ല കുടുംബത്തിൽ പറന്നവരല്ല. അവരുടെ കുടുംബം നല്ലതല്ല. അവര് ക്വാളിറ്റി ഇല്ലാത്തവരാണ്. അവർ ക്വാളിറ്റി ഇല്ലാത്തവരാണ്. അപ്പൊ അങ്ങനെ ക്വാളിറ്റി ഇല്ലാത്ത ഒരു പെണ്ണിനെ കെട്ടാൻ അല്ലാഹു പറയുമോ നബിയേ? ആയിഷ ബീബിയെ കല്യാണം കഴിക്കാൻ പറഞ്ഞതാരാ? അല്ല പറയുന്നു, വ്യഭിചരിക്കുന്നവര് ക്വാളിറ്റി ഇല്ലാത്തവരാ. വ്യഭിചരിക്കുന്നവര് ക്വാളിറ്റി ഇല്ലാത്തവരാ. അപ്പൊ ക്വാളിറ്റി ഇല്ലാത്ത പെണ്ണിനെ കെട്ടാൻ അല്ല പറയോ? പറയില്ല. മരിക്കുന്ന കാലം വരെ ഞാൻ വിശ്വസിക്കില്ല. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. പിന്നെ ചിലര് കല്യാണമൊക്കെ കള്ളും കുടിച്ചു പെണ്ണും പിടിച്ച് നടന്നവനാ. പക്ഷേ ഉസ്താദേ, എനിക്ക് കിട്ടിയത് നല്ല ഒരു പെണ്ണിനെയാ. എനിക്ക് കിട്ടിയത് നല്ല ഒരു പെണ്ണിനെയാ. മോനെ, നിന്റെ സ്വഭാവം ഇപ്പം നീ തുടർന്നുകൊണ്ട് നടക്കുവാണെങ്കിൽ അവളും നിന്നെ ഒരു ദിവസം വഞ്ചിക്കും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഖുർആൻ പറയുന്നുണ്ട്. അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ. ഞാൻ അർത്ഥം പറയില്ല, നിങ്ങൾ പോയി നോക്ക്. എന്റെ ചെറുപ്പക്കാരോട് ഞാൻ പറയുന്നു, എന്റെ പെൺകുട്ടികളോട് പറയുന്നു, എന്റെ കല്യാണം കഴിച്ചവരോട് ഞാൻ പറയുന്നു, വ്യഭിചരിക്കുന്നവര് ചെന്നിട്ട് ഈ ആയത്തിന്റെ അർത്ഥം എടുത്തു നോക്ക്. നല്ലത് നിനക്ക് അല്ലാഹ് തരൂല. തന്ന അതും പോകും. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. ഉറക്കം പറഞ്ഞ അല്ലാഹ് കാക്കുമാറാകട്ടെ. പോയി കിടന്ന് കരഞ്ഞു ദുആ ചെയ്തോ. എന്റെ ചെറുപ്പക്കാരോട്, മക്കളെ, നല്ല നിന്നെ വഞ്ചിക്കുന്ന കണ്ടവന്റെ കൂടെ കടന്നവളെ നിനക്ക് റബ്ബ് തരത്തുള്ളടാ. നീ ഈ സ്വഭാവമായിട്ട് നടന്നാൽ. നമ്മൾ പറയുമല്ലോ, വവ്വാല് കടിച്ചത് നിനക്ക് കിട്ടുമെന്ന്. അതുകൊണ്ട് ഞാൻ പറയുകയാ, ആത്മാർത്ഥമായി ദുആ ചെയ്തോ. ചെയ്തവരോട് ഞാൻ പറയുന്നു, ഇന്ന് രാത്രി നിനക്കുള്ളതാ. നീ ആത്മാർത്ഥമായിട്ട് റബ്ബിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തൗബ ചെയ്തോ. ഇല്ലെങ്കിൽ ആ നിസ്കരിച്ച് ദുആ ചെയ്യുന്നവളും ഒരു ദിവസം നിന്നെ മറക്കും. കാരണം അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ചന്ദനം ജാരിയ, ചന്ദനം മണക്കും. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതാ ഞാൻ പറഞ്ഞത്, ഉള്ള സമാധാനം പോകുന്നു.